ആറ്റത്തിന്റെ ഘടന എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ്. അങ്ങനെ ഇരിക്കുക. ജെ തോംസൺ ആണ് ആറ്റത്തിന് പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആറ്റത്തിൽ പുതിയ പുതിയ കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതായത് ആറ്റത്തെ വീണ്ടും വിഘടിക്കാം അല്ലെങ്കിൽ വീണ്ടും കണങ്ങളാക്കി മാറ്റാൻ കഴിയുമെന്ന ജെ തോംസന്റെ കണ്ടുപിടുത്തത്തോടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ആറ്റത്തില് നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട്, അവയ്ക്ക് മാസും ഊർജവും ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഈ കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാ കണങ്ങളിൽ നിന്നും ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉണ്ടായത്. അതിനാൽ തന്നെ എല്ലാ പദാർത്ഥങ്ങളിലും ഇതുപോലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. പിന്നീട് 1897 ജെ തോംസന്റെ കണ്ടുപിടുത്തം ശാസ്ത്രജ്ഞർ അംഗീകരിക്കുകയും ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഈ കണങ്ങളെ ഇലക്ട്രോൺ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇതിനുശേഷം വീണ്ടും ഏതെല്ലാം കണങ്ങൾ ഒരു ആറ്റത്തിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിവിധ പരീക്ഷണങ്ങൾ ശാസ്ത്രലോകം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 1911 കൂടെയാണ് നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് തെളിയിച്ചത്. അതായത് മുമ്പ് ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ആധികാരികമായിട്ട് റൂദർഫോർഡ് ആണ് ആറ്റത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് കണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ അതിനെ കണ്ടെത്തി അവതരിപ്പിച്ചത്. ഇതിനുവേണ്ടി അദ്ദേഹം നടത്തിയത് സ്വർണ്ണത്തകിടിലൂടെ ആൽഫ കണങ്ങൾ കടത്തിവിടുകയായിരുന്നു. അങ്ങനെ ആൽഫ കണങ്ങൾ കടത്തിവിടുമ്പോൾ ചില ഭാഗങ്ങളിലൂടെ, അതായത് ഒരു മോസ്റ്റ് ഓഫ് കൂടുതൽ ഭാഗത്തിലൂടെ ആൽഫ കണങ്ങൾ പുറത്തോട്ട് പോകുന്നത്, അതായത് അത്രയും ഭാഗം ഒഴിഞ്ഞിരിക്കുക എന്ന് മനസ്സിലായി. എന്നാൽ ചില ഭാഗത്ത് കൂടെ കടന്നു പോകേണ്ട ആൽഫ കണങ്ങൾ എന്തായി, തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവിടെ പോസിറ്റീവ് ചാർജിന്റെ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നാണ് മനസ്സിലായത്. ഈ കേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അങ്ങനെ ഈ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജുകളുടെ കണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ആ കണങ്ങളെ പ്രോട്ടോൺ എന്ന് വിളിക്കുകയുമുണ്ടായി. അപ്പോൾ റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. 1911 പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തുന്നത്. 1897 ഇലക്ട്രോൺ ജെ തോംസൺ കണ്ടെത്തിയത്. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഉണ്ട്. അങ്ങനെ രണ്ട് വ്യത്യസ്ത ചാർജുകൾ അടങ്ങിയിട്ടുള്ള കണങ്ങൾ എവിടെ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി, ഒരു ആറ്റത്തില് ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് കാണുന്ന ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, ഒരു ഗോൾഡൻ ഫോയിലിലൂടെ ആൽഫ കണങ്ങൾ കടത്തി വിടുമ്പോൾ ചില കണങ്ങൾ നേരെ കടന്നു പോകുന്നുണ്ട്, മറ്റു ചില കണങ്ങൾ തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് ഇതിന്റെ മറ്റൊരു പിക്ചർ കാണുമ്പോൾ നമുക്ക് കാണാം, നീല നിറങ്ങളിൽ നൽകിയിട്ടുള്ള ഗോളങ്ങൾ, അതായത് അത് ആറ്റമാണ്. ആറ്റത്തിന്റെ നടുക്ക് യെല്ലോ, അതായത് മഞ്ഞ നിറത്തിൽ നൽകിയിരിക്കുന്ന ചെറിയ ഗോളങ്ങളുണ്ട്, അവയാണ് ന്യൂക്ലിയസ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയസിൽ തട്ടാതെ പോയിട്ടുള്ളതെല്ലാം പുറത്തോട്ട് പോകുന്നുണ്ട് ആൽഫ കണങ്ങൾ. എന്നാൽ ന്യൂക്ലിയസിൽ തട്ടിയിട്ടുള്ള ആൽഫ കണങ്ങൾ നേരെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം? ആൽഫ കണങ്ങൾ പോസിറ്റീവ് ചാർജ് ആണ്. അതപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസിൽ തട്ടിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വികർഷിച്ചിട്ട് വീണ്ടും തിരിച്ചു വരുന്നത്. ഇങ്ങനെയാണ് റൂദർഫോർഡ് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യവും പോസിറ്റീവ് കണമായ പ്രോട്ടോണും കണ്ടെത്തിയത്. ഇനി അടുത്ത കണമാണ് ആറ്റത്തിനുള്ളിലെ മൂന്നാമത്തെ കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അദ്ദേഹം 1932 ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസ് ഉള്ളതുമായിട്ടുള്ള ഒരു കണമുണ്ടെന്ന്. ചാർജ് ഇല്ലാത്തത് എന്നാൽ
പ്രോട്ടോണിന്റെ അത്രയും മാസുള്ള ഒരു കണമുണ്ടെന്ന് കണ്ടെത്തിയത്. അതിന്റെ പേരാണ് ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇതിൽ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന കണങ്ങളാണ് എന്ത്? പ്രോട്ടോണും ന്യൂട്രോണും. മാസുള്ള കണങ്ങളാണ് ന്യൂട്രോണും പ്രോട്ടോണും. മാസുള്ള കണങ്ങളാണ്. എന്നാൽ പ്രോട്ടോണിന് മാത്രമേ ചാർജ് ഉള്ളൂ, പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. എന്നാൽ ന്യൂക്ലിയസിന് പുറത്താണ് എന്ത് കാണപ്പെടുന്നത്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണ് കാണപ്പെടുന്നത്. എന്നാൽ മാസുള്ള കണങ്ങളായിട്ടുള്ള പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം ആറ്റത്തിന്റെ ന്യൂക്ലിയസിലായതിനാൽ ഓരോ ആറ്റത്തിന്റെയും മാസ് മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിന്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ആ മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓരോ മൂലകത്തിനും അതിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തുല്യമായിരിക്കും. ഒരു പക്ഷേ ന്യൂട്രോണിന്റെ എണ്ണത്തിൽ മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ മാറ്റമുള്ളതിനനുസരിച്ച് നമുക്ക് അതിനെ ഐസോട്ടോപ്പ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു മൂലകത്തെ നമ്മൾ തിരിച്ചറിയുന്ന സംഭവമാണ് ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ. ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ എന്നിവയുടെയൊക്കെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതില് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ നമുക്ക് കോളമായിട്ട് തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജിലും നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ മാസ് ഉള്ളത് എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണും ആണ് ഒരേ മാസ് ഉള്ളത്. അതായത് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായിട്ട് മാസ് ഉള്ളതാണ് പ്രോട്ടോണും ന്യൂട്രോണും. എന്നാൽ മാസ് തീരെ കുറവ്, അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം, അതായത് 1/1837 അതിലെ ഒരു ഭാഗം മാത്രമേ മാസുള്ളൂ ഏതിന്? ഇലക്ട്രോണിന്. എന്നാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ തുല്യമായിട്ടുള്ള മാസ് ഉണ്ട് ഏതിന്? പ്രോട്ടോണിനും ന്യൂട്രോണിനും. അപ്പൊ രണ്ട് സവിശേഷതകൾ നമ്മൾ പഠിച്ചു. ആദ്യം ചാർജാണ്, നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഇല്ല. പിന്നെ അടുത്തത് പ്രോട്ടോണിനും ന്യൂട്രോണിനും ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആയിട്ടുള്ള മാസ്, അതായത് തുല്യമായിട്ട് മാസ്. എന്നാൽ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1837 ഒരു ഭാഗം മാത്രമേ എന്തുള്ള മാസ് ഉള്ളൂ. അപ്പൊ മാസ് വളരെ കുറവാണ് ഇലക്ട്രോണിന്. ഇനി ഇലക്ട്രോൺ കണത്തിന് ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നതാണ് എന്ത്? ഇലക്ട്രോൺ കണം. എന്നാൽ പ്രോട്ടോണും ന്യൂട്രോണും എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് സവിശേഷതകൾ. ഇനി എന്താണ് ആറ്റത്തിന്റെ ചാർജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ? അപ്പൊ നമുക്ക് അറിയാൻ കഴിയും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജുള്ള ന്യൂട്രോണുകളും അടങ്ങിയിട്ടുണ്ട് ഒരു ആറ്റത്തിൽ എന്ന് നമുക്കറിയാം. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു ആറ്റത്തിനകത്ത് ഉള്ള ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം എന്ന് പറയുന്നത് തുല്യമാണെന്ന്. അപ്പൊ തുല്യമായിട്ടുള്ള ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആറ്റത്തെ എന്ത് പറയാൻ പറ്റും? ആറ്റം ചാർജ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. രണ്ടും ബാലൻസ് ചെയ്യപ്പെടുന്നുണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അവിടെ ഉണ്ട്. എന്നാൽ അത് രണ്ടും തുല്യമായിരിക്കും. തുല്യമായ എണ്ണം പ്രോട്ടോണും ഇലക്ട്രോണും ഉള്ളത് കൊണ്ട് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ആറ്റം വൈദ്യുതപരമായിട്ട് ഉദാസീനമാണെന്ന് പറയാൻ പറ്റും.